റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു കൊലക്കേസിൽ NIA പിടികൂടിയ പ്രതി അബ്ദുൽ നസീർ ഒളിവിൽ കഴിഞ്ഞത് എറണാകുളം പള്ളുരുത്തിയിലെ ഷവർമ കടയിലാണ്. 3 വർഷത്തോളം പള്ളുരുത്തിയിൽ ഒളിവിൽ കഴിഞ്ഞു എന്നാണ് കണ്ടെത്തൽ. ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കേന്ദ്രീകരിച്ച് NIA അന്വേഷണം തുടരുകയാണ്. കേസിൽ പ്രതിയാണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് കടയുടമയുടെ മൊഴി. SS ശരൺ വിവരങ്ങൾ നൽകും. ശരണി, പ്രവീൺ നെട്ടാരു കൊലക്കേസ് അത്രയേറെ വിവാദമായതാണ്. 3 വർഷത്തോളം പോലീസിന് വെട്ടിച്ച ഈ പ്രധാനപ്പെട്ട പ്രതി ഒളിവിൽ കഴിയുകയായിരുന്നു. കൊച്ചിയിലുണ്ടായിരുന്നു, പള്ളുരുത്തിയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഏത് പേരിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്? അവിടെയുള്ള ആർക്കും യാതൊരു വിവരവും ഇയാളെക്കുറിച്ച് ലഭിച്ചിട്ടില്ല. ഈ കടയുടമയുടെ മൊഴിയൊക്കെ പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ ശരൺ? ശിവാസ്, ഈ കടയുടമയുടെ മൊഴി പൂർണ്ണമായും NIA വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകളിലേക്ക് NIA കടന്നിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. എന്തായാലും ഇന്നലെയാണ് ഒരുപാട് കാലത്തിന് ശേഷം, അതായത് 3 വർഷങ്ങൾക്ക് ശേഷം ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നത്. അബ്ദുൽ നസീറിനെ പിടികൂടിയത് പള്ളുരുത്തിൽ നിന്നാണ്. അതിന് പിന്നാലെയാണ് മറ്റു ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇയാൾ കഴിഞ്ഞ 3 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഷവർമ കടയിലാണെന്നുള്ളതാണ്. അവിടെ ഷവർമ കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ഷവർമയൊക്കെ ഉണ്ടാക്കി ആ നിലയിലാണ് ഇയാൾ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. 3 മാസം കൂടുമ്പോൾ മാത്രം ലീവ് എടുക്കും. അങ്ങനെ ലീവ് എടുത്ത നാട്ടിലേക്ക് പോവുകയാണെന്നുള്ളതാണ് ഇയാൾ പറഞ്ഞിരുന്നത്. പക്ഷേ മറ്റിടങ്ങളിലൊക്കെ തന്നെ കറങ്ങി തിരിച്ച് ഈ ഷവർമ കടയിലേക്ക് തന്നെ വരും. ഒപ്പം തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. കാരണം ഏതെങ്കിലും വിധത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് NIAയുടെ പിടി വീഴുമെന്നുള്ളത് അറിയാമായിരുന്നു. അതുകൊണ്ട് കൂടി ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയാണ് ജീവിതവുമായി മുന്നോട്ട് പോയത് എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ റിയാസ്, താൻ കുടക് സ്വദേശിയായ റിയാസ് എന്നാണ് ഇയാൾ എല്ലാവരോടും പരിചയപ്പെടുത്തിയിരുന്നത്. അങ്ങനെ റിയാസ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയാണ് ഇയാളെ കടയിൽ നിൽക്കുകയും ചെയ്തത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് NIAയെ സംബന്ധിച്ച്. കാരണം 2022 ജൂലൈയിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. ആ കൊലപാതകത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഇയാൾ പള്ളൂരത്തിലേക്ക്, അതായത് കേരളത്തിലേക്ക് കടക്കുകയായിരുന്നു എന്നുള്ളത് കൂടിയാണ് NIAക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി പ്രധാനമായും NIA പരിശോധിക്കുന്നത് ഇയാൾക്ക് ഈ ഒളിവിൽ കഴിയാനായിട്ട് ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കടയുടമയുടെ മൊഴിയെടുത്തത്. അപ്പോഴാണ് ഇയാൾ തനിക്ക് ഇത്തരത്തിൽ കേസിലെ പ്രതിയാണെന്ന് അറിയില്ലായിരുന്നു, അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ താൻ ജോലിക്ക് നിർത്തില്ലായിരുന്നു എന്നുള്ള കാര്യം NIAയോട് പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടക്കുന്നതിനൊപ്പം തന്നെയാണ് ഈ പള്ളുരുത്തിയിൽ മറ്റാരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള പരിശോധനകളിലേക്ക് കൂടി NIA കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് തുടക്കത്തിൽ പോലീസാണ്, കർണാടകയിലെ പോലീസാണ് ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോരുന്നത്. അങ്ങനെ കേസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് PFI ആണെന്ന് കണ്ടെത്തുന്നത്. അതിന് പിന്നാലെ കേസ് അന്വേഷണം NIAക്ക് കൈമാറുന്നു. അങ്ങനെ NIA 21 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നതാണ്. ഇതിനിടയിലാണ് ഇയാൾ അടക്കമുള്ള 2 പേർ ഒളിവിൽ പോരുന്നത്. പിന്നീട് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ പള്ളുരുത്തിൽ നിന്ന് ഇയാൾ പിടിയിലായിരിക്കുന്നത്. ശരി, ശരണാണ് വിവരങ്ങൾ നൽകിയത്.